ഇപ്പോൾ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി കൂടി നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. നിർബൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ചില പ്രസ്താവനകൾ നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനിയും ഭാവി കേരളത്തെ അപകടപ്പെടുത്തുന്ന മുൻപിലേക്ക് കൊണ്ടുപോകുന്ന ചില പ്രസ്താവനകൾ. അതിലൊന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇപ്പോഴും നിലമ്പൂരുകാരുടെ, കേരളീയരുടെ മനസ്സിലിങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല, അവരുടെ വോട്ട് തേടുന്നതിൽ പ്രശ്നമില്ല. 2019-ലും 2024-ലും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയതാണ്. ഒരു എളുപ്പമില്ലാതെ വി ഡി സതീശൻ പറഞ്ഞത് നിലമ്പൂരുകാരുടെ മനസ്സിലുണ്ട്. ഒപ്പം തന്നെ 62 ലക്ഷം പെൻഷൻ വാങ്ങുന്ന, അവിടെ തന്നെ 41,000 പേർ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയുണ്ട് ക്ഷേമ പെൻഷൻകാർ. അവരെ അടക്കം അധിക്ഷേപിച്ച കെ.സി. വേണുഗോപാൽ, കൈക്കൂലി വാങ്ങുന്നവരാണ് 62 ലക്ഷം പെൻഷൻ വാങ്ങുന്നവർ എന്ന് പറഞ്ഞ അതെല്ലാം അവരുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇന്ന് റോഡ് ഷോ നടക്കുമ്പോൾ, നേരത്തെ സ്വാലിഹുമായി സംസാരിച്ചപ്പോൾ സ്വാലിഹ് നിന്ന വാഹനം വളരെ ശാന്തമായി റോഡിലൊരു കുണ്ടും കുഴിയും ഇല്ലാതെ മനോഹരമായ റോഡുകളിലൂടെ റോഡ് ഷോ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് LDF സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല BJP-യുടെയും UDF-ന്റെയും എല്ലാം സ്ഥാനാർത്ഥികൾക്ക് വളരെ മനോഹരമായി ഒരു തടസ്സവുമില്ലാതെ ഒരു കുണ്ടിലും കുഴിയിലും പെടാതെ റോഡ് ഷോ നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കഴിഞ്ഞ 9 വർഷക്കാലത്ത് LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്. അത് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നിർബൻ? സിജു, ഞാനിപ്പോൾ ഉള്ളത് UDF-ന്റെ ക്യാമ്പിലാണ്. UDF-ന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസറാണ്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവസാനത്തെ ലാപ്പിൽ എത്തുമ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. സിജു നേരത്തെ പറഞ്ഞു നിർത്തിയ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിനെതിരെ മുഖ്യമന്ത്രി തുറന്ന വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോർമുഖമുണ്ട്. ആ പോർമുഖം മുഖ്യമന്ത്രി 3 ദിവസം നിലമ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രധാനപ്പെട്ട യോഗങ്ങൾ, 3 ദിവസവും ആദ്യത്തെ 2 ദിവസങ്ങളിൽ 2 യോഗങ്ങൾ വീതവും അവസാനം 3 യോഗത്തിലും ഒരു ദിവസം തന്നെ അവസാനത്തെ ദിവസം 3 യോഗങ്ങളിലുമാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ആ യോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രി മുഖവരയായി ചോദിച്ചത് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് UDF-നൊപ്പം ചേരുക എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചു. അത് സംബന്ധിച്ച് ചില ചരിത്രങ്ങൾ ആവർത്തിച്ച് മുഖ്യമന്ത്രി ചോദിച്ചതാണ് UDF-നെയും പ്രത്യേകിച്ച് ലീഗിനെയും അസ്വസ്ഥപ്പെടുത്തിയത്. ഒപ്പം തന്നെ വഴിക്കടവിലുണ്ടായ ഒരു 15-കാരൻ്റെ മരണം, അത് കൊലപാതകമെന്ന് തന്നെ പറയാം. അതുമായി ബന്ധപ്പെട്ട് UDF-ലെ നേതാവ് തന്നെ പ്രതിയാകുന്ന അവസ്ഥ. ഒരു രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നു, സർക്കാർ നടപടിയെടുക്കുന്നു. അത്തരം രാഷ്ട്രീയങ്ങളൊക്കെ നിലമ്പൂരിൽ സജീവമായി ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള അടിയൊഴുക്കാണ് ഉണ്ടാകുക, ഏത് മുന്നണിയാണ് സ്വാധീനിക്കുക എന്നതൊക്കെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായി മാറും. ഇന്ന് 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, ഒന്ന് LDF-ൻ്റെയും UDF-ൻ്റെയും റോഡ് ഷോയുണ്ട്. രണ്ടും വഴിക്കടവിൽ നിന്ന് നേരെ നിലമ്പൂർ ടൗണിലേക്കാണ് ആരംഭിക്കുന്നത്. M സ്വരാജിൻ്റെ വലിയ വിപുലമായ വളരെ ചിട്ടയോടുകൂടിയിട്ടുള്ള റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നാണ് സ്വാലിഹ് അത്തരം വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 11 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന്, വഴിക്കടവിൽ നിന്ന് തൊട്ട് പിന്നാലെ ആര്യാട ഷൗക്കത്തിൻ്റെ ബൈക്ക് റാലിയും റോഡ് ഷോയും നിലമ്പൂരിലേക്ക് എത്തിച്ചേരും. അവർ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് കൃത്യം 3 മണിയോടുകൂടി തന്നെ നിലമ്പൂർ ടൗണിൽ അവരുടെ പ്രവർത്തകരെ കേന്ദ്രീകരിക്കാനാണ്. ചന്തക്കുന്ന് ഭാഗത്താണ് PV അൻവറിൻ്റെ റോഡ് ഷോയും മറ്റ് കേന്ദ്രീകരണങ്ങളുള്ളത്. ഇന്ന് PV അൻവറിൻ്റെ റോഡ് ഷോ ഇല്ല, മറിച്ച് കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളാണ്. നിലമ്പൂരിൻ്റെ പൊതു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇത്തരം വിവാദങ്ങളും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുമായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക എന്ന നിലപാട് തന്നെയാണ് LDF-നുള്ളത്. അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വോട്ട് LDF ക്യാമ്പിലേക്ക് വരുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. പക്ഷേ UDF അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് UDF-ന് സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ലീഗിൻ്റെ മുന്നണിക്കുള്ളിലെ അസ്വസ്ഥത, കോൺഗ്രസിനുള്ള പടക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് തുടങ്ങിയ വിവാദങ്ങൾ, ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ജനവിധി സർക്കാരിനെതിരെ ഉണ്ടാകുമെന്ന് അവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒരു കാര്യം സിജു നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതും നോക്കേണ്ടതും, ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പൊതുരാഷ്ട്രീയ സാഹചര്യത്തിൽ പഴയ നിലപാടല്ല. അതായത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDF UDF-ൻ്റെ അന്തരം വളരെ നേർത്തതാണ്. ഒപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ M സ്വരാജിനെ പോലെ കേരളത്തിൻ്റെ ആകമാനം മലയാളികൾ എവിടെയുണ്ടോ അവിടെ തന്നെ രാഷ്ട്രീയത്തിനതീതമായി വലിയ രീതിയിൽ സ്വീകാര്യതയുള്ള M സ്വരാജ്, രാഷ്ട്രീയ എതിരാളികൾ പോലും
അംഗീകരിക്കുന്നുണ്ട്. UDFിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമായി നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കൂടിയുള്ള മുതിർന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണം എന്ന് പറഞ്ഞാൽ സ്വരാജിനെ കുറിച്ച് വ്യക്തിപരമായി നമുക്ക് വിമർശനമില്ല എന്ന് തന്നെയാണ്. അത്തരത്തിൽ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിലെ മണ്ണിലിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിർണായകമായി മാറുകയും PV അൻവർ എന്ന UDFിനൊപ്പം അവസാന നിമിഷം വരെ നിന്ന ഒരാൾ ഈ അവസാന നിമിഷം UDFിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പുറത്ത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ വോട്ട് ഏത് ഭാഗത്ത് നിന്നാണ് ചോർത്തിക്കൊണ്ടു പോവുക എന്നതും ഏറെ നിർണായകമാണ്. ഇനിയുള്ള ദിവസങ്ങൾ പരസ്യപ്രചരണം ഇന്നത്തോടു കൂടി അവസാനിച്ചാൽ അടിയൊഴുക്കുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വിവാദങ്ങൾക്ക് വലിയ പങ്ക് ഉണ്ടാവുകയും ചെയ്യും. സിജു.